ഭൂമി ഇടപാട് കേസിൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ വാദങ്ങളെ ഖണ്ഡിച്ച് പരാതിക്കാരൻ വീണ്ടും രംഗത്തെത്തി. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറയുന്നത് ശരിയല്ല, ഭൂമിക്ക് ബാധ്യതയില്ലെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് പറഞ്ഞു. സംശയം മൂലം അന്വേഷിച്ചപ്പോഴാണ് ബാധ്യത കണ്ടെത്തിയത്. പണം തിരികെ ലഭിച്ചാൽ കേസിൽ നിന്ന് പിന്മാറുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി. ആദ്യം 15 ലക്ഷം രൂപ നൽകി. വീണ്ടും 25 ലക്ഷം ആവശ്യപ്പെട്ടപ്പോൾ ഒറിജിനൽ ആധാരം ചോദിച്ചു. അപ്പോൾ അതില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് 26 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അറിഞ്ഞത്, ഉമർ പറഞ്ഞു. ഭൂമിയിൽ യാതൊരു ബാധ്യതയുമില്ലെന്ന് കരാറിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അത് വിശ്വസിച്ചാണ് കരാർ ഒപ്പുവെച്ച് പണം നൽകിയത്. തുടർന്ന് ബാധ്യതയുള്ള ഭൂമിയിൽ താൽപ്പര്യമില്ലെന്നും കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെ പണം നൽകാതിരുന്നതോടെയാണ് നോട്ടീസ് അയച്ചത്. കേസുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും പണം തിരികെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ പണം നൽകില്ലെന്നും വേണമെങ്കിൽ ഭൂമി നൽകാമെന്നായിരുന്നു മറുപടി. തുടർന്നാണ് രേഖകൾ സഹിതം കോടതിയെ സമീപിച്ചതെന്നും ഉമർ ഷെരീഫ് പറഞ്ഞു. DGPക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിൽ കണ്ട് പരാതി പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണേണ്ടതില്ല, എല്ലാം ശരിയാക്കാമെന്ന് പി ശശി പറഞ്ഞതായും ഉമർ ഷെരീഫ് പറഞ്ഞു. അതേസമയം ഭാര്യയുടെ പേരിലുള്ള ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടിൽ കൃത്യമായ കരാറോടെയാണ് ഏർപ്പെട്ടതെന്ന് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അഡ്വാൻസ് പണം നൽകിയ ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയിരുന്നു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും ബാക്കി പണം നൽകാതെ ഇയാൾ അഡ്വാൻസ് തിരികെ ചോദിക്കുകയായിരുന്നുവെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും DGP പറഞ്ഞു. അഡ്വാൻസ് തുക നൽകിയതിനു ശേഷമാണ് ഈ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും 26 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അറിഞ്ഞതെന്ന് പരാതിക്കാരൻ പറഞ്ഞു. 5 ലക്ഷം രൂപ DGPക്ക് നേരിട്ടും 25 ലക്ഷം രൂപ DGPയുടെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലും നൽകിയെന്ന് പരാതിക്കാരനായ ടി ഉമർ ഷെരീഫ് പറഞ്ഞു. ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തി. ഇതിനിടയിലാണ് DGPയുടെ പ്രതികരണം. ഭൂമിക്ക് വായ്പയുള്ളതിൽ പോലീസ് മേധാവി പ്രതികരിച്ചിട്ടില്ല. ഭൂമി വിൽപ്പനയ്ക്കായി 74 ലക്ഷം രൂപയുടെ കരാർ ഉണ്ടാക്കുകയും 30 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങുകയും ചെയ്ത ശേഷം കരാർ ലംഘിച്ചതിന് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരെ കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചിരുന്നു. ഭൂമി വാങ്ങാൻ കരാർ ഒപ്പിട്ട വഴുതക്കാട് സ്വദേശി ടി ഉമർ ഷെരീഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി സബ് ജഡ്ജി അനു ടി തോമസ് വിധി പറഞ്ഞത്. 10.8 സെന്റ് വരുന്ന ഭൂമി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കോടതി ജപ്തി ചെയ്തു. പണം തിരികെ നൽകുമ്പോൾ ജപ്തി ഒഴിവാകുമെന്നാണ് വ്യവസ്ഥ. DGPയുടെ ഭാര്യ എസ് ഫരീദ ഫാത്തിമയുടെ പേരിൽ പേരൂർക്കട വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 23-ൽ റീസർവേ നമ്പർ 140/3 ആയുള്ള ഭൂമി വിൽക്കാൻ 2023 ജൂൺ 22-നാണ് ഉമർ ഷെരീഫുമായി കരാർ ഒപ്പിട്ടതെന്ന് പരാതിയിൽ പറഞ്ഞു. പരാതിക്കാരൻ നടത്തിയ അന്വേഷണത്തിൽ ഇതേ ഭൂമി പൊതുമേഖലാ ബാങ്കിൽ പണയത്തിലാണെന്നും 26 ലക്ഷം ബാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കി. പലിശയും ചെലവും ഉൾപ്പെടെ 33.35 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഡി അശോക് കുമാർ മുഖേന കോടതിയെ സമീപിച്ചു. മെയ് 28-നാണ് ഭൂമിയിൽ ജപ്തി നോട്ടീസ് പതിച്ചത്.